അങ്ങനെ കാർലോ ആഞ്ചലോട്ടി സാക്ഷാൽ നെയ്മറെ ഇന്ന് 75-ാം മിനിറ്റിൽ മത്തേസ് ക്യുന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കി അങ്ങ് വിടുകയാണ്. ശരിക്കും ആ ഗ്യാലറി പറയും നെയ്മർ ആരായിരുന്നു എന്നുള്ളത്. ബ്രസീൽ വിസസ് സ്കോട്ട്ലൻഡ് മത്സരം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ബ്രസീലിന്റെ ലാസ്റ്റ് മാച്ച്. ബ്രസീലിന്റെ ഇന്നത്തെ മാച്ച് നോക്കുവാണെങ്കിൽ സ്കോട്ട്ലൻഡിനെതിരെ അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല റിതം മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. റിയലി വെൽ പ്ലേഡ് ബ്രസീൽ. അത് ആഞ്ചലോട്ടി അത് അറിഞ്ഞ് ചെയ്തു എന്നുള്ള റാഫിനെ വലിച്ചിട്ട് നേരെ ക്യുന്നിയെ ഫുൾ ടൈം കളിപ്പിച്ചു എന്നുള്ളത് വലിയ പോയിന്റാണ്. ആൻഡ് വിനീഷ്യസ് ക്യുന്നിയ കോംബോ ഇസ് റിയലി വർക്കിംഗ്. കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ബ്രസീൽ നല്ല രീതിയിൽ കൗണ്ടർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിന്റെ ഡിഫൻസ് മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ക്ലബുണ്ണി വിനീഷ്യസ് ആണ്. ശരിക്കും ആഞ്ചലോട്ടിയോടുള്ള കൂറ് കാണിക്കാനായിട്ടെങ്കിലും വിനീഷ്യസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ക്ലബുണ്ണി എന്ന് വിളിച്ചവർക്ക് വിനീഷ്യസ് എന്ന് കൊടുത്ത മറുപടിയാണ് ഇത്. ടിറ്റയുടെ കീഴിൽ വരുന്ന വിനീഷ്യസും ആഞ്ചലോട്ടിയുടെ കീഴിൽ വരുന്ന വിനീഷ്യസും 2-2 അങ്ങനെ ഇന്നത്തെ കളി 3-0 ബ്രസീൽ ജയിച്ചു. ബ്രസീൽ ഗ്രൂപ്പിൽ ടേബിൾ ടോപ്പർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി റൗണ്ട് ഓഫ് 32 ഒന്നിലേക്ക് വരിക ഒന്നുമില്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ നെതർലൻഡ്സ്. ഇന്നത്തെ കളിയിലേക്ക് വരുവാണെങ്കിൽ ഫോക്കസ് കംപ്ലീറ്റ്ലി നെയ്മർ ജൂനിയറിലായിരുന്നു. അങ്ങനെ ആഞ്ചലോട്ടി മത്തേസ് ക്യുന്നിയെ 75-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നെയ്മറെ കളത്തിലിറക്കുന്നു. ബട്ട് ഇറ്റ്സ് റിയലി അൺഫോർച്ചുനേറ്റ്. കളി കണ്ടവർക്കറിയാം നിങ്ങൾ പഴയ നെയ്മറെ അവിടെ കാണുന്നുണ്ടോ? കാരണം എന്താ പറയുക, അയാൾ കളിക്കണ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെ എത്തേണ്ട ആളാണ്, എന്തൊക്കെയോ നേടേണ്ടിയിരുന്ന ഒരു പ്ലെയറാണ്, എന്നിട്ടും ഒന്നും ആകാതെ പോയൊരവസ്ഥ. ശരിക്കും സങ്കടമാണ് ഇത് കാണുമ്പോൾ തന്നെ. നിർഭാഗ്യങ്ങളുടെ വിധി പരിക്കിന്റെ രൂപത്തിലും അല്ലാതെയും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2014 ബ്രസീലിൽ വെച്ച് കിടന്ന ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ ഫാൻസ് പോലും ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ്. ബെലോ ഹൊറിസോണിന്റെ ദുരന്തം എന്ന് പറയുന്ന 7-1 ഗോൾ മേടിച്ച് ജർമ്മനിയോട് തോറ്റ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. പക്ഷെ അതിന് മുന്നേ വരെയുള്ള ബ്രസീൽ എന്ന് പറയുന്നത് നെയ്മറിന്റെ പെർഫോമൻസ് അവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. നമുക്കറിയാം ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയക്കെതിരെ ഏറ്റ പരിക്ക് അയാൾ ശരിക്കും ആ ടീമിനെ തന്നെ ഉലച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വന്നുകൊണ്ടിരുന്നൊരു പ്ലെയർ ആയിരുന്നു. അവിടെ നിർഭാഗ്യം പരിക്കിന്റെ രൂപത്തിൽ വന്നു. ഇനി 2018 റഷ്യൻ വേൾഡ് കപ്പിലിട്ട് നോക്കൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ മെക്സിക്കോക്കെതിരെ നെയ്മർ നടത്തിയ പെർഫോമൻസ്, ആ ഒരു പീക്ക് ലെവലിൽ നിന്ന് നെയ്മറെ ഇപ്പൊ നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2022 ക്രൊയേഷ്യക്കെതിരെ നടത്തിയ ഇൻഡിവിജ്വൽ പെർഫോമൻസും ആ ഗോളും, എൻ്റെ പൊന്നോ, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. പക്ഷെ ആ നെയ്മർ എവിടെയൊക്കെയോ പോയി. ആ നെയ്മറെ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നിസ്സംശയം ഒരു കാര്യം പറയാം, പ്ലേ ഗ്രൗണ്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രിബിൾ ചെയ്യുന്ന മറ്റൊരു പ്ലെയർ തന്നെ ഇല്ലെന്ന് ഞാൻ പറയാം. നമുക്കറിയാം ബ്രസീൽ DNA അറിയാവുന്നവർക്കറിയാം. പെലെ, റൊമാരിയോ, റൊണാൾഡോ, റൊണാൾഡീനിയോ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ബ്രസീൽ ഫാൻസായ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആ ഒരു ബെഞ്ചിലേക്ക് ഇരുത്താൻ പറ്റിയ ലാസ്റ്റ് പ്ലെയറാണ് നെയ്മർ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരാൾ പോലും വന്നിട്ടില്ല. പക്ഷെ ആ നെയ്മറിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. എന്തായാലും ആൾ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.